ജനുവരി ട്രാൻസ്ഫർ ലോകത്ത് രണ്ട് കാര്യങ്ങളാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒന്ന് നടന്ന ഒരു ട്രാൻസ്ഫറും ഒന്ന് നടക്കാതെ പോയ ഒരു ട്രാൻസ്ഫറും എന്നുള്ളതാണ്. നടന്നത് പഞ്ചാബ് എഫ് സിയുടെയും നടക്കാതെ പോയത് നമ്മുടെ സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയുമാണ് എന്നുള്ളതാണ്. ആദ്യം നമുക്ക് നടന്ന കാര്യം സംസാരിക്കാം. പഞ്ചാബ് എഫ് സി അവരൊരു ഗ്രീക്ക് സ്ട്രൈക്കറെ കൊണ്ടുവരുന്നു. സോ ബക്കങ്ക പോയി പകരം ഒരു സ്ട്രൈക്കർ വരുമെന്നുള്ളൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. നമുക്കറിയാം ഗ്രീസിൽ നിന്ന് തന്നെ വരുന്നു എന്നുള്ളതാണ്. താരത്തിൻ്റെ പേര് പെട്രോസ് ജിയ കൗമക്കീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേരാണ്. കുറച്ച് പാടാണ് പറയാൻ. നമ്മൾ യൂസ്ഡ് ആകുമ്പോഴത്തേക്കും പ്രശ്നമില്ലാണ്ട് വരുമായിരിക്കും. നമുക്ക് ദിയമൻഡക്കോസിൻ്റെ ഒക്കെ പേരും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ. സോ ഈ ഗ്രീസിൽ നിന്നൊരു താരം വരുമ്പോഴത്തേക്കും നമുക്കറിയാം പഞ്ചാബ് എഫ് സിക്ക് ഒരു ഗ്രീക്ക് ഫ്ലേവർ ഉണ്ട്. അവരുടെ കോച്ച് പാനോസ് ഒരു ഗ്രീക്കാണ്, അതുപോലെ അവരുടെ ടെക്നിക്കൽ ഡയറക്ടർ ഒരു ഗ്രീക്കാണ്. അങ്ങനെയൊക്കെയുള്ളൊരു കാര്യമാണ്. സോ അവർക്ക് ഒരു സുപരിചിതമായിട്ടുള്ള സാഹചര്യത്തിൽ നിന്ന് വരുന്നൊരു പ്ലെയർ എന്ന നിലയിലൊക്കെ നമുക്ക് ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. ഇദ്ദേഹം ഏറ്റവും ഒടുവിൽ കളിച്ചു വന്നിരുന്നത് ഒരു ഗ്രീക്ക് സെക്കൻഡ് ടയർ ക്ലബിന് വേണ്ടിയിട്ടാണ്. അപ്പം സോഫാർ അദ്ദേഹത്തിൻ്റെ ഒരു കണക്കുകളൊക്കെ നോക്കുമ്പോൾ 11 മത്സരങ്ങളിൽ നിന്ന് 7 ഗോൾ 2 അസിസ്റ്റ് എന്ന് പറയുന്ന ഒരു അത്യാവശ്യം നല്ലൊരു സ്റ്റാറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പം ഗോൾഡൻ ബൂട്ട് റേസിലൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നൊരു പ്ലെയറാണ്. അതായത് ടോപ്പ് 5 ലിസ്റ്റിലൊക്കെ ഞാൻ നോക്കിയപ്പം അദ്ദേഹത്തെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കരിയറിൽ നോക്കുമ്പോൾ കൂടുതൽ മത്സരങ്ങളും ഗ്രീക്ക് സൂപ്പർ ലീഗ്, അതായത് ടോപ്പ് ഡിവിഷനിൽ തന്നെയാണ് കളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് 156 മത്സരങ്ങളിൽ 25 ഗോൾ 8 അസിസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഗ്രീക്ക് സെക്കൻഡ് ടയറിൽ 63 മത്സരങ്ങളിൽ നിന്ന് 19 ഗോളും 13 അസിസ്റ്റും ആണ്. സോ കരിയർ ഉടനീളം നമ്മൾ നോക്കിക്കഴിയുന്ന സമയത്ത് 255 മത്സരങ്ങൾ 47 ഗോൾ 25 അസിസ്റ്റ് എന്നൊക്കെ പറയുന്ന അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റാറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇദ്ദേഹം ഇടക്കാലത്തൊരു സൈപ്രസ് ലീഗിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ അദ്ദേഹത്തിന് അത്ര സക്സസ്ഫുൾ ആകാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഗോളുകളൊന്നും തന്നെ അവിടെ അടിച്ചിട്ടില്ല. 10-16 മത്സരങ്ങളും അവിടെ കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഒരു പോസിറ്റീവായിട്ട് പറയാൻ നമുക്ക് സാധിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു നല്ലൊരു പറഞ്ഞ പോലെ ഒരു റെക്കോർഡുണ്ട്. ഇപ്പോൾ ഗ്രീസ് ലീഗിലൊക്കെ തന്നെ ടോപ്പ് ലീഗാണ്. അവിടെ ഒരുപാട് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് എന്ന് പറയുന്നൊരു നല്ല കാര്യം തന്നെയാണ്. പിന്നെ നമുക്കറിയാം അങ്ങനെ നല്ല സ്റ്റാറ്റൊക്കെ ആയിട്ട് വന്ന പ്ലെയറാണ് ബക്കങ്ക. പക്ഷേ അദ്ദേഹത്തിന് ഇവിടെ ശോഭിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇദ്ദേഹത്തിലേക്ക് വരുമ്പോഴത്തേക്കുള്ളൊരു ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം നിലവിൽ ഫോമിൽ കളിച്ച് വരുന്നൊരു പ്ലെയർ കൂടിയാണ് എന്നുള്ളതാണ്. അറിയാമല്ലോ, 11 മത്സരങ്ങളിൽ 7 ഗോൾ 2 അസിസ്റ്റ് എന്ന് പറഞ്ഞൊരു നല്ല നമ്പറാണ്. അപ്പം പഞ്ചാബ് എഫ് സിയെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ല അഡീഷൻ തന്നെയായിട്ട് മാറും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ഇപ്പം ആശിഷ് നെഗി, ഡിയാഗോ സ്വെലിച്ചോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ, ക്രൊയേഷ്യൻ ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ്. സോ ഇദ്ദേഹം ഒരു ISL ക്ലബ്ബ് ട്രൈ ചെയ്തിരുന്നു, അതായത് താരത്തെ സൈൻ ചെയ്യാനായിട്ട്. സോ അത് ക്ലബ്ബ് നോക്കിയത് ഒരു 6+12 ഡീലാണ്. 6+12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം റെസ്റ്റ് ഓഫ് ദി സീസൺ എന്ന് പറയുന്ന സംഭവം ജനുവരി തൊട്ട് ഈ ഒരു സമ്മർ വരെയും, +12 എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷത്തേക്ക്, അതായത് +1 എന്ന് ഞാൻ പറയുമല്ലോ, ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ചെയ്യാനുള്ള ആ ഒരു കോൺട്രാക്റ്റിൽ ഉണ്ടാകുന്നൊരു രീതിയാണ്. നമുക്കിപ്പം മിലോസിനെയൊക്കെ അങ്ങനെ ആയിരുന്നു, 1+2 എന്ന് പറയുന്ന ഡീലാണ് പിന്നീട് അത് ട്രിഗർ ചെയ്തായിരുന്നു. അപ്പം ആ ഒരു ടൈപ്പ് പരിപാടി. അപ്പം പിന്നീട് അത് പുള്ളി ഗീഡായില്ല. അതിനുശേഷം അദ്ദേഹം സൗദി ഓപ്പർച്യൂണിറ്റീസൊക്കെ നോക്കുന്ന അങ്ങനെയാണ് ആശിഷ് നെഗിയുടെ ട്വീറ്റ് വന്നത്. പിന്നീടാണ് 90 സ്റ്റോപ്പേജിൻ്റെ ധനഞ്ജയുടെ ഒക്കെ റിപ്പോർട്ട് വന്നത്. അത് കേരള ബ്ലാസ്റ്റേഴ്സ് ആയിരുന്നു എന്നുള്ളൊരു കാര്യത്തിലൊക്കെ. ഒരു തരത്തിലൊരു ചത്ത കുഞ്ഞിൻ്റെ ജാതകം നോക്കുന്ന പരിപാടിയാണെന്ന് അറിയാം. പക്ഷേ ഞാൻ ഈ ഒരു കാര്യം സംസാരിക്കാനുള്ള ഒരു ഫാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ, ഫോറിൻ ഡിഫൻസീവ് മിഡ്ഫീൽഡറെയൊക്കെ ഈ ഒരു ജനുവരിയിൽ നോക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം പറയാനാണ്. സോ മേ ബി കൊയ്ഫിനെ ഒഴിവാക്കിക്കൊണ്ടായിരിക്കാം, അങ്ങനെ ചില റൂമേഴ്സും കാര്യങ്ങളൊക്കെ കേട്ടിരുന്നു, ഉറപ്പില്ല. സോ അങ്ങനെയുള്ളൊരു സാധ്യതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്. നിലവിൽ അദ്ദേഹം റൊമേനിയൻ സൂപ്പർ ലീഗിലൊക്കെയാണ് കളിച്ചു വന്നിരുന്നത്. സോ അവിടുത്തെ ഒരു മെയിൻ പ്ലെയറായിട്ട് തന്നെയാണ് അദ്ദേഹം ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ കരിയറിൽ 300+ മാച്ചസ് ഒക്കെ കളിച്ചിട്ടുണ്ട്. സോ ഇദ്ദേഹത്തെയാണ് ഒരു പ്രൈം ടാർഗറ്റായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് നോക്കിയിരുന്നത് എന്നുള്ളതാണ്. ഞാൻ പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നോക്കിയില്ല. വരാത്ത താരത്തെ പറ്റി പിന്നെ നമ്മൾ കൂടുതൽ നോക്കി സംസാരിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. അപ്പം അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള പ്രൊഫൈലുള്ള ഡിഫറെൻറ്റ് കൺട്രീസിലൊക്കെ കളിച്ചിട്ടുള്ള പ്ലെയറാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്യാവശ്യം സെൻട്രൽ ബാക്കായിട്ടും കളിക്കുന്ന ഒരു പ്ലെയറാണ്. ക്രൊയേഷ്യയുടെ ജൂനിയർ ലെവലിലൊക്കെ കളിച്ചിട്ടുള്ള പ്ലെയറാണ് എന്നുള്ളതാണ് ബേസിക് ഐഡിയ. പിന്നെ ഞാൻ പറഞ്ഞൊരു വീഡിയോസും കാര്യങ്ങളൊന്നും നമ്മളിങ്ങനെ ഒരു പ്ലെയർ വരുന്നില്ലെങ്കിൽ പിന്നെ നോക്കേണ്ട കാര്യമില്ല. അപ്പം ഇത് വന്നിട്ട് എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട്, നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ഇത് റിലേറ്റ് ചെയ്തിട്ട് സംസാരിക്കുന്ന ഫ്രണ്ടുമായിട്ട് ഇങ്ങനെ സംസാരിച്ച സമയത്ത് അവൻ ഇങ്ങനെ വീഡിയോസൊക്കെ കണ്ടു. അപ്പം അവൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഡീപ് ലൈൻ പ്ലേ മേക്കർ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഡീപ് ലൈനിൽ കളിക്കുന്ന അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു പ്ലെയറാണ്. സോ നമുക്കിപ്പോൾ ജാഹു ടൈപ്പൊന്നോ അല്ലെങ്കിൽ യോൽവാനീഫ് ടൈപ്പൊന്നോ അങ്ങനെയൊന്നും പറയാൻ പറ്റുന്നൊരു പ്ലെയർ അല്ല എന്നുള്ളതാണ് ഇനിഷ്യലി പുള്ളിക്കാരൻ കണ്ടിട്ട് മനസ്സിലാക്കിയ കാര്യം എന്ന് പറഞ്ഞാൽ. ഞാനിത് ജസ്റ്റ് വീഡിയോ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു എന്നുള്ളത് മാത്രം. എന്താണെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഫോറിൻ DMനെ നോക്കുന്നുണ്ട് എന്നുള്ളതാണ്. എപ്പോഴത്തെയും പോലെ നമുക്ക് പ്രൈം ടാർഗറ്റിനെ കിട്ടില്ല. നമ്മൾ കഴിഞ്ഞ ഒരു സമ്മറിൽ പറഞ്ഞത് സ്ട്രൈക്കേഴ്സിൻ്റെ കാര്യത്തിലും നമ്മൾ പല പ്രൈം ടാർഗറ്റ്സും പല പേരുകളും കിട്ടും, അതൊന്നും കിട്ടാനായിട്ടാണ് അവസാനം വന്നത്. യെസൂസ് നല്ല പ്ലെയർ ആയിരുന്നു, അതിൽ കൺഫ്യൂഷനൊന്നുമില്ല.
സോ ഇനി നമുക്ക് നോക്കാം, ഒരു DM വരും. പക്ഷേ നമുക്കറിയാമല്ലോ, സമയം എന്ന് പറയുന്നത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സമയം കഴിയുന്നവരും ഓരോ മാച്ച് കഴിയാണ്. സോ അങ്ങനത്തെ കാര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നു. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റുക. സൈൻ ഓഫ്.